ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇതിഹാസ താരവും മുൻ പരിശീലകനുമായിരുന്ന അൻഷുമാൻ ഗെയ്ക്വാദ് അന്തരിച്ചു. ഏറെക്കാലമായി രക്താർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. ഇന്ത്യക്ക് വേണ്ടി 40 ടെസ്റ്റ് മത്സരങ്ങളും 15 ഏകദിന മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. 2 ടേമുകളിലുമായി ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലക സ്ഥാനവും അൻഷുമാൻ വഹിച്ചു. 1975-നും 1987-നും ഇടയ്ക്കാണ് അൻഷുമാൻ ഗെയ്ക്വാദ് ഇന്ത്യയ്ക്കായി കളിച്ചത്. വിരമിച്ചതിന് ശേഷം സെലക്ടറായും പരിശീലകനായും ഇന്ത്യൻ ക്രിക്കറ്റിൽ നിറഞ്ഞു നിന്നു. 40 ടെസ്റ്റുകളിൽ ഇന്ത്യയ്ക്കായി ഇറങ്ങിയ ഇദ്ദേഹം 70 ഇന്നിംഗ്സുകളിൽ നിന്നായി 1985 റൺസാണ് നേടിയത്. 1982-83 സീസണിൽ പാകിസ്ഥാനെതിരെ നേടിയ 201 റൺസാണ് അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോർ. വെസ്റ്റ് ഇൻഡീസ് ബോളിംഗ് നിരയ്ക്കെതിരെ നേടിയ 81 റൺസ് ഇന്നിംഗ്സ് അൻഷുമാന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒന്നാണ്. ഏകദിന ക്രിക്കറ്റിൽ 15 മത്സരങ്ങളിൽ നിന്ന് 269 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. 78 ഉയർന്ന സ്കോർ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നല്ല റെക്കോർഡാണ് അൻഷുമാനുള്ളത്. 206 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളുടെ പരിചയമുള്ള ഇദ്ദേഹം 41.56 ബാറ്റിംഗ് ശരാശരിയിൽ 12,136 റൺസ് സ്കോർ ചെയ്തു. 34 സെഞ്ചുറികളും 47 അർദ്ധ സെഞ്ചുറികളും അടക്കമാണിത്. 1997-നും 2000-നും ഇടയ്ക്ക് 2 തവണയാണ് അൻഷുമാൻ ഗെയ്ക്വാദ് ഇന്ത്യയുടെ പരിശീലകനായത്. സച്ചിൻ ടെണ്ടുൽക്കർ ക്യാപ്റ്റനായ സമയത്തായിരുന്നു ആദ്യം. പിന്നീട് കപിൽ ദേവ് ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെയും. ഓസ്ട്രേലിയക്കെതിരായ ഇൻഡിപെൻഡൻസ് കപ്പിൽ ഇന്ത്യ 2-1 വിജയിക്കുമ്പോൾ അൻഷുമാനായിരുന്നു പരിശീലകൻ. പാകിസ്ഥാനെതിരെ ടെസ്റ്റിൽ ഒരു ഇന്നിംഗ്സിലെ 10 വിക്കറ്റും വീഴ്ത്തി അനിൽ കുംബ്ലെ ചരിത്രം കുറിച്ച കളിയിലും ഇന്ത്യയുടെ പരിശീലകൻ അദ്ദേഹമായിരുന്നു. 2000-ലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ 2ാം സ്ഥാനക്കാരാക്കാനും അദ്ദേഹത്തിനായി.